ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. കാറ്റുപോലെ വട്ടം വച്ച് കന്നിണയിൽ മുത്തം വച്ച് ശ്വാസമായി നിറച്ച് നീ എന്ന ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൊമാറ്റോ ക്രിയേറ്റീവ് ഐഡിയാസ് ആൻഡ് ട്രാവൽ വ്ളോഗ്. ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ വഴിക്കടവ് കഴിഞ്ഞിട്ടുള്ള നാടുകാണി ചുരത്തിലാണ്. ഞങ്ങൾ വയനാടോട്ടുള്ള യാത്രയിലാണ്. ഇനി കുറച്ച് എപ്പിസോഡുകൾ ഞങ്ങൾ വയനാടിനെ കുറിച്ചൊരു എക്സ്പ്ലോറിങ് വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. കുറേ നല്ല വൈവിധ്യമാർന്ന കാര്യങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യണം. ഇത് ഓരോ എപ്പിസോഡായിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ എപ്പിസോഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക. നമ്മളിപ്പോൾ നാടുകാണി ചുരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. രണ്ട് വശങ്ങളിലും കെട്ടി നല്ല ഭംഗിയുള്ള റോഡാക്കിയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ വരുമ്പോൾ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗട്ടറൊക്കെയുള്ള റോഡായിരുന്നു. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാതയോരമാണ് നമ്മുടെ നാടുകാണി ഇതിലോട്ട് പോകുന്ന ചുരത്തിലുള്ളത്. മോർണിംഗ് ആണ്. ഒരുപാട് പേര് സൈക്കിളിലൊക്കെ റൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ സൈക്ലിംഗ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഹാബിറ്റ് തന്നെയാണ് സൈക്ലിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നാടുകാണി ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ ചെറിയൊരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. രാഹുലിൻ്റെ കാല് കണ്ടപ്പോൾ അവർ കുഴപ്പമില്ല, പെട്ടെന്ന് പൊളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള റോഡിന് നമ്മുടെ പന്തല്ലൂർ റൂട്ടിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്നത്. അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമാണ്, നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാണ് ഇവിടേക്കുള്ളത്. ഈ സൈഡിലൂടെ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും നല്ലൊരു സുഖമായിരിക്കും യാത്ര ചെയ്യാൻ. നമുക്കൊരു ചൂടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇറിറ്റേഷൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. നല്ലൊരു കൂളും നല്ല ബ്രീസൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പാതയാണ് ഈ ഒരു സൈഡ്. ഇപ്പോൾ നമ്മൾ ദേവാലയം എത്തി. നമ്മൾ നാടുകാണി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ടൗൺ എന്ന് പറയുന്നത് ദേവാലയമാണ്. ചെറിയൊരു പട്ടണമാണ്. കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല. ആളുകളൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. സൺഡേ ആയതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ നേരെ അങ്ങേ സൈഡിൽ നമുക്കൊരു ചെറിയൊരു കുന്ന് കാണാം. ആ കുന്നിന് താഴെയായിട്ടാണ് ഈ പട്ടണം കിടക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബൈക്കൊന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതാണ്. നല്ലൊരു ചെറിയൊരു അരുവി ഇവിടെ കാണുന്നുണ്ട്. ചുമ്മാ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കിയതാണ്. മനോഹരമായിട്ടുള്ള ഒരു അരുവി തന്നെയാണ് ഇതിലൂടെ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം ദേവാല കഴിഞ്ഞു, അതായത് നാടുകാണി കഴിഞ്ഞ് ദേവാല ടൗൺ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നല്ല തണുപ്പുള്ളൊരു സീസണാണിപ്പോൾ.
കൂടുതലായിട്ടും നമുക്കിവിടെ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. മരങ്ങളൊക്കെ കുറവാണ്. നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങൾ കാണാം. പക്ഷേ ഇവിടെ അങ്ങനെ മരങ്ങളൊക്കെ കുറവാണ്. കുന്നുകളിലാണെങ്കിൽ പോലും ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഇതാണ് പന്തല്ലൂർ ടൗണ്. ഒരു മെയിൻ ടൗൺ തന്നെയാണ്. നമ്മുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഒരു മെയിൻ ടൗൺ തന്നെയാണ് പന്തല്ലൂർ എന്ന് പറയുന്നത്. തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് മലയാളീസ് ഇവിടെ ഉണ്ട്. ഒരുപാട് മലയാളീസ് ബിസിനസ് ഈ പന്തല്ലൂരിൽ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഏകദേശം അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല റിലേഷൻ ഉണ്ട്. അത് നമ്മുടെ വിവാഹങ്ങളാണെങ്കിൽ പോലും ഇവിടുന്ന് കേരളത്തിലോട്ടും കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരിക്കലും ഒരു അന്യ സംസ്ഥാനമായിട്ട് ഫീൽ ചെയ്യാറില്ല ഇതിലോട്ട് പോകുന്ന സമയത്ത്. തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിൽ നമുക്കൊരു ഫാക്ടറി കാണാം. ഇത് തേയിലയൊക്കെ പൊടിക്കുന്നൊരു ഫാക്ടറിയാണ്. അങ്ങനെ നമ്മുടെ ചേരമ്പാടി എന്ന് പറയുന്ന ടൗണിലെത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ടെമ്പിൾ കാണാൻ കഴിയും. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ടാക്സി സർവീസ് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ജീപ്പുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം ജീപ്പ് സർവീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജീപ്പൊക്കെ എടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും ജീപ്പിൻ്റെ ടാക്സി സർവീസ് നമുക്ക് കാണാൻ കഴിയും. ചേരമ്പാടി അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. നമ്മളിപ്പോൾ ചേരമ്പാടി എന്ന് പറയുന്ന ടൗൺ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല വെയിലാണ്. പക്ഷെ വെയിലാണെങ്കിൽ പോലും ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. ഈ സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. കാരണം രണ്ട് ഭാഗത്തും ചായത്തോട്ടങ്ങളാണ്. പിന്നെ നല്ല തണുപ്പ്, ഇപ്പം നല്ല ചെറിയൊരു വെയിലുമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്യുന്നത്. കാറ്റുപോലെ വട്ടം വച്ച് കണ്ണിണയിൽ മുത്തം വച്ച് ശ്വാസമായി നിറച്ച് നീ എന്ന ഈ ബ്രിഡ്ജ് കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റാണ്. നമ്മുടെ വയനാട്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫീൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ക്ലൈമറ്റ് എല്ലാം ഏകദേശം ഒരേപോലെ ആണെങ്കിലും കാണാവുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ മേപ്പാടി ടൗണാണ്. മേപ്പാടി ടൗൺ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. നല്ല തണുപ്പുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ വയനാട്ടിലുമുള്ളത്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ്റെ പ്രചരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇലക്ഷൻ അടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണാം. പോസ്റ്ററുകളായാലും ഇതുപോലുള്ള പ്രകടനങ്ങളായാലും ഒക്കെ.
ഇപ്പം നമ്മൾ കാപ്പുണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകണം. ഈ വഴി പോയാൽ നമുക്ക് നമ്മുടെ ബാണാസുര സാഗർ ഡാം കാണാൻ കഴിയുന്നതാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബാണാസുര സാഗർ ഡാമാണ്. ഞാൻ ഇതുവരെയായിട്ട് ബാണാസുരയിലോട്ട് പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ബാണാസുരയിലോട്ട് പോകുന്നത്. വയനാട് ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡാം ഇതുവരെ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ദൂരെ നിന്ന് തന്നെ ഡാമിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നതാണ്. നല്ല ഹിൽ ഏരിയയാണ്, നല്ല മനോഹരമായിട്ടുള്ള ബ്രിഡ്ജും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം വളരെയധികം സജീവമായിട്ട് ടൂറിസ്റ്റ് പ്ലേസിലോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നല്ല റഷായിരുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഞങ്ങൾക്ക് രാഹുലിൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നു പോകുന്നില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വാഹനമുണ്ട്. നമുക്ക് നടന്നു വേണമെങ്കിലും പോകാം. വാഹനത്തിനാണെങ്കിൽ നമ്മൾ റിട്ടേൺ അടക്കം ഒരാൾക്ക് 20 രൂപ കൊടുക്കണം. നമ്മൾ ട്രാവലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ ബാണാസുര സാഗർ ഡാമിലോട്ട് എത്തുന്നതാണ്. രാഹുലിൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയകളൊന്നും നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ ഒരു സിമ്പതി ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടി. നമ്മൾ ഏകദേശം നമ്മൾ ബാണാസുര സാഗർ ഡാമിലോട്ട് എത്തി. ഇവിടെ വണ്ടി ആൾട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബാണാസുര ഡാമിലെത്തി. നമ്മൾ ബാണാസുര ഡാമിൽ ഒരുപാട് റഷായിട്ടുള്ള സമയമാണ്. കാരണം ടൂറിസ്റ്റ് പ്ലേസൊക്കെ എല്ലാം തുറന്നു. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് ഫ്രീ ആയി. ഇത്രയും കാലമായിട്ട് കോവിഡിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ആളുകളെല്ലാവരും വീട്ടിൽ ചടഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയപ്പോൾ തന്നെ ഇവിടെ എല്ലാം ഭയങ്കര റഷാണ്. ഒരുപാട് ആളുകളും വാഹനങ്ങളൊക്കെ തിങ്ങി തന്നിരിക്കുകയാണ്. നിങ്ങൾ കാഴ്ച കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂസും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമുക്ക് ബോട്ടിങ് അതുപോലെ തന്നെ റോപ്പ് വേ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ പരീക്ഷിച്ചിട്ടില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.